നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഇടയ്ക്കൂടെ പല പല മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ പറയും. താരിഫിന്റെ കാര്യം പറയും, എന്നിട്ട് ഇന്ത്യയെ വിളിക്കും, അതുപോലെ പല പരിപാടികൾ കാണിക്കും. ഞാനാണ് യുദ്ധം അവസാനിപ്പിച്ചത്, യുദ്ധം ഉണ്ടാകാൻ പോയതാണ്, ഞാൻ ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ചു, ഞാൻ അസിം മുനീറിനെ വിളിച്ച് എല്ലാം സംസാരിച്ചു, മോദിയെ വിളിച്ചെല്ലാം സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഓരോ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ നമുക്ക് എന്താണ് പറയാനുള്ളത്? രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ തന്നെയാണ് ഇയാളും പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് പിന്നെ അന്താരാഷ്ട്ര വിഷയങ്ങളിലൊന്നും വലിയ ജ്ഞാനമില്ലാത്തതുകൊണ്ട് ഇവിടെ കിടന്ന് പൊട്ടത്തരം പറയുന്നു. ഇയാൾ ഇന്ത്യയെക്കുറിച്ചും പാകിസ്ഥാനെ കുറിച്ചും ചൈനയെ കുറിച്ചും ഒക്കെ ഓരോ പൊട്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ത്യക്കാർ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കിട്ടി ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്ന് വീണ്ടും അവകാശവാദവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. വാഷിംഗ്ടണിൽ ഒരു ക്യാബിനറ്റ് മീറ്റിംഗിലായിരുന്നു ട്രംപ് ഇത് ആവർത്തിച്ചത്. അവരുടെ വൈറ്റ് ഹൗസിലെ ക്യാബിനറ്റ് മീറ്റിംഗിലാണ്. തന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് കൂടെയുള്ളവർക്ക് പോലും ബോധ്യമാകാത്തത് കൊണ്ടാകാം പ്രസന്റേഷൻ നടത്തി വിശദീകരിക്കുന്ന കൂട്ടത്തിലാണ് ഇത് പറഞ്ഞത്. എന്നാൽ ഇന്ന് മുതൽ നടപ്പിലാക്കുന്ന ഇന്ത്യക്കുള്ള അധിക തീരുവയെക്കുറിച്ചോ മോദിയെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ കുറിച്ചോ മിണ്ടിയതില്ല. രാഹുൽ ഗാന്ധി പോലെ വലിയ പ്രസന്റേഷൻ, പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ ആയിരിക്കും നടത്തിയത്. നമ്മൾ കണ്ടില്ലേതായാലും. യുദ്ധം നിർത്തി എന്ന് നിരന്തരം അവകാശപ്പെടുന്ന ട്രംപ് പക്ഷേ പാകിസ്ഥാന്റെ വെള്ളംകുടി മുട്ടിച്ച നദീജല കരാർ റദ്ദാക്കാൻ ഇന്ത്യ എടുത്ത തീരുമാനത്തെ ഇന്ന് വരെ ചോദ്യം ചെയ്തിട്ടുമില്ല. അതെന്താ? യുദ്ധം നിർത്തി, പക്ഷേ ഇവിടെ ഈ സിന്ധു നദീജല കരാറ് അത് വേണ്ട രീതിയിൽ അത് റദ്ദാക്കാതെ അല്ലെങ്കിൽ അത് പിൻവലിക്കാതെ പാകിസ്ഥാനിന് വെള്ളം കൊടുക്കാൻ ഇന്ത്യയോട് ഇതുവരെ മിണ്ടിയിട്ടില്ല. അതെന്താ കാര്യം? ഒന്നുമില്ല. അത് മണ്ടത്തരമായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. യുദ്ധം തൽക്കാലം നിർത്തി, പക്ഷേ അല്ലെങ്കിൽ യുദ്ധം അവസാനിച്ചു, പക്ഷേ മറ്റ് യുദ്ധങ്ങളും മറ്റ് പ്രശ്നങ്ങളും അവിടെ നിലനിൽക്കണം. ഒരു തരത്തിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടരുത് എന്ന് വിചാരിക്കുന്ന രീതിയാണ് അമേരിക്കയ്ക്ക്. അതിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം പണ്ട് മുതലേ ഉള്ളതാണ്. അത് പല പ്രശ്നങ്ങളുണ്ട്, അതിലൊരു പ്രശ്നമാണ് ഇതും. അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. ഇനി അസിം മുനീറിന് പാകിസ്ഥാൻ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തുകൊള്ളൂ, പ്രിയപ്പെട്ട ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാൻ കരഞ്ഞു പറഞ്ഞിട്ടും ആണവ ഭീഷണി ഉയർത്തിയിട്ടും തീരുമാനം മാറ്റാത്ത ഇന്ത്യയോട് ഇക്കാര്യത്തിൽ ട്രംപിന് ഒരു മിണ്ടാട്ടവുമില്ല. ട്രംപ് പറഞ്ഞാൽ ഇന്ത്യ യുദ്ധം നിർത്തുമെങ്കിൽ ട്രംപ് പറഞ്ഞാൽ വെള്ളവും കൊടുക്കേണ്ടതല്ലേ എന്നാണ് സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമ പ്രവർത്തകരുമായ ശ്രീ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അതങ്ങനെയല്ലേ? എന്തുകൊണ്ട് വെള്ളം കൊടുക്കുന്നില്ല? യുദ്ധം നിർത്തിയെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കൊടുക്കാൻ പറയാം. നിങ്ങൾ ആ ഡാമൊക്കെ തുറന്നുണ്ട്. ഇപ്പം ഈ സിന്ധു നദി തടത്തിലൊക്കെ തന്നെ പാകിസ്ഥാൻകാർ ബോംബിട്ടുകൊണ്ടിരിക്കുക. ചുമ്മാ ബോംബിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണം. അതായത് ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രദേശങ്ങളിലൊക്കെ തന്നെ ചുമ്മാ ബോംബിടുകയും ഇങ്ങനെ സ്ഫോടനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതെങ്ങാനും കണ്ട് പേടിച്ച് ഇന്ത്യ വേഗം ഡാമൊക്കെ തുറന്നു വിട്ട് വെള്ളം കിട്ടിയെങ്കിലും എന്ന് വിചാരിച്ച് പാവങ്ങൾ ചിലപ്പോൾ സങ്കടവും തോന്നും. എന്തൊക്കെയായാലും ശരി, ഈ ഒരു വിഷയത്തിൽ ട്രംപ് അണ്ണൻ ഒരു ചൂക്കും ചെയ്തിട്ടില്ല, ചൂക്കും ചെയ്യാനുമില്ല, ചെയ്തിട്ട് കാര്യവുമില്ല. പിന്നെ വൈറ്റ് ഹൗസിലെ ക്യാബിനറ്റിൽ കിടന്ന് പറയാം, വൈറ്റ് ഹൗസിലെ ക്യാബിനറ്റിൽ കിടന്ന് പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തി രാഹുൽ ഗാന്ധിയെ പോലെ കിടന്ന് ഞെളിയാൻ അതേ പറ്റുകയുള്ളൂ. ഇന്ത്യ തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ പഴയ ഇന്ത്യയല്ല. ഇവിടെ മറ്റുള്ളവർക്ക് അടിമയായി നിൽക്കുന്ന ഇന്ത്യയല്ല. മറ്റുള്ളവർക്ക് വിടുവേല ചെയ്യുകയും പാവാട കഴുകി കൊടുക്കുകയും ചെയ്യുന്ന ഇന്ത്യയല്ല. അതിശക്തമായി ലോകത്ത് വിശ്വഗുരുവായി ലോകത്തെ ഏതാണ്ട് 90% രാജ്യങ്ങളും 95% രാജ്യങ്ങളും അംഗീകരിച്ച ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ട്രംപണ്ണൻ എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, രാഹുൽ ഗാന്ധി പറയുന്ന വില പോലും ട്രംപണ്ണൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ആരും കൽപ്പിക്കുകയില്ല, കൊടുക്കുകയുമില്ല. അതും ഇന്ത്യയിൽ. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.
വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.